അയാൾക്ക് തെറ്റ് പറ്റുമ്പോൾ അതിനെയാണ് നമ്മള് എറേഴ്സ് ഓഫ് റീസണിങ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പുറത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല മേഘമുണ്ട്, ഓക്കെ, എന്താണ്, നല്ല മഞ്ഞുണ്ട്, നല്ല ഇരുട്ടാണ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, ഓക്കെ, ഇന്ന് നല്ല മഴ പെയ്യുന്നു നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. എന്ന് ഉച്ചത്തെ ബ്രേക്കിൽ പോയിട്ട് ഒരു കൊടയും വാങ്ങാണ്, ഓക്കെ, വൈകുന്നേരം മഴയിട്ട് പെയ്തും ചെയ്തില്ല, തിരിച്ചു വെയിൽ തിരിച്ചു വരുന്നു, നമ്മളെ കൺക്ലൂഷൻ തെറ്റായാൽ അതൊരു എററാണ്. ടെക്നിക്കലി ഇവിടെ അതിന് അപ്പീൽ ടു പ്രോബിലിറ്റി എന്ന് പറയും. ഓക്കെ, ആ ഒരു എററിനെയാണ് നമ്മൾ ഫാലസി എന്ന് പറയുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്താൽ വാങ്ങിയ കുറെ ലാഭമായി, ഓക്കെ, ഒരു ഫാലസി ഉണ്ടായില്ല, നമ്മൾ സന്തോഷമായി വീട്ടിലേക്ക് പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫാലസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ആസ്പെക്റ്റുകളിലേക്ക് ഒരു റീസൺ അല്ലെങ്കിൽ ഒരു റീസണിൽ ഒരു എറർ സംഭവിക്കും, അതിനെയാണ് ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഫാലസീസ് ഓഫ് പ്രിസംഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ട്. ഫോർമൽ ഫാലസി ഉണ്ട്, ഇൻഫോർമൽ ഫാലസി ഉണ്ട്. ഇൻഫോർമൽ ഫാലസീസിൽ ഫാലസീസ് ഓഫ് പ്രിസംഷൻ, ഫാലസീസ് ഓഫ് റെലവൻസ്, ഫാലസീസ് ഓഫ് ആംബിഗിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ട്. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള കുറെ ഫാലസീസ് ഉണ്ട്. ഫാലസി ഓഫ് ട്രിവിയൽ റീസൺ, ഇറലവന്റ് റീസൺ, ignorantia അല്ലെങ്കിൽ irrelevant conclusion, fallacy of normalization, contradictory reason, sunk cost, illicit major, illicit minor, exclusive premises, undistributed middle, four terms, fallacy, existential, affirming the consequent, affirming the antecedent, denying the consequent, denying the, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതിലെ കുറച്ച് ആണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ആണ് ഫാലസീസ് ഓഫ് സunk കോസ്റ്റ്. ഫാലസീസ് ഓഫ് സunk കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ഫാലസിയാണ്. കുറെ ഫാലസീസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര കണക്റ്റഡ് ടു ലൈഫാണ്. ഫാലസി ഓഫ് സunk കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ടാവും സപ്പോസ് സോഷ്യോളജി. എന്തിനാണ് സോഷ്യോളജിയിൽ നെറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പറയും എന്റെ PG സോഷ്യോളജിയാന്ന് പറയും. എന്തിനാണ് സോഷ്യോളജി PG എടുത്തതെന്ന് ചോദിക്കുമ്പോൾ എന്റെ UG സോഷ്യോളജി ആയിരുന്നു എന്ന് പറയും. എന്തിനാണ് സോഷ്യോളജിയിൽ UG എടുത്തതെന്ന് ചോദിക്കുമ്പോൾ +2 മാർക്ക് വെച്ചിട്ട് കിട്ടിയത് സോഷ്യോളജിയാന്ന് പറയും. അപ്പൊ ഇപ്പോഴും എന്തിനാണ് സോഷ്യോളജി എടുക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. ക്യാൻ ബി എനി സബ്ജക്ട് കേട്ടോ, മനസ്സിൽ വന്ന സബ്ജക്ട് സോഷ്യോളജി ആയതുകൊണ്ട് തന്നെയാണ് സോഷ്യോളജിക്കാരെ പ്രശ്നമായിട്ട് എടുക്കരുത്. ഓക്കെ, സോ എന്തിനാണ് എടുക്കുന്നത്? ബിക്കോസ് ഓഫ് സunk കോസ്റ്റ്. സunk കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ആളുകളും പല ടോക്സിക് റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ഫാലസി ഓഫ് sunk കോസ്റ്റ് ആണ്. എന്താ അതായത് ചില ആളുകൾ ഉണ്ടാവും, 2 റിലേഷൻഷിപ്പ് ഉണ്ട്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ടോക്സിക് ആണ്, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, നല്ല ബുദ്ധിമുട്ടാണെന്നാണ്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ മേ ബി പ്രീ മാരേജോ പോസ്റ്റ് മാരേജോ ചെയ്തുവാ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്, ഇത് തുടങ്ങിയിട്ട് കുറെ കാലായി അല്ലെ, എത്രങ്ങാനും പൊറാട്ടയും ബീഫാണ് ഞങ്ങൾ തിന്നത്, എത്രങ്ങാനും ട്രിപ്പാണ് പോയിട്ടുള്ളത്, എത്രങ്ങാനും കൊല്ലം ഒരുമിച്ച് ജീവിച്ചു, ഓക്കെ, ഇനി ഇത് ബ്രേക്ക് ചെയ്ത് നടക്കൂല. ഒരു സുഖം സമാധാനം ഇത്രയും കാലം കിട്ടിയിട്ടില്ല, പക്ഷെ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ sunk കോസ്റ്റ്. ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് കുറെ ചെലവ് ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെലവ്? എന്റെ 10 കൊല്ലത്തെ സമയം പോയിട്ടുണ്ട്, എന്റെ കുറെ പൈസ പോയിട്ടുണ്ട്, എന്റെ കുറെ സംഭവങ്ങൾ പോയിട്ടുണ്ട്. ദാറ്റ്സ് ദ ഓൺലി റീസൺ ഐ സ്റ്റിൽ കണ്ടിന്യൂ. എന്റെ കഴിഞ്ഞ 5 കൊല്ലം ഞാൻ പഠിച്ചത് സോഷ്യോളജി ആയിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നെറ്റ് പഠിക്കുന്നത്. സോഷ്യോളജി ഓർ ജോഗ്രഫി ആയിപ്പോയി, സൈക്കോളജി ആയിപ്പോയി. ഇതാണ് ഫാലസി ഓഫ് sunk കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാലസീസിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ കുറെ ഭയങ്കരമായിട്ട് നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഫാലസീസ് ഉണ്ട്. ഓക്കെ, ടു കോക്ക് ഫാലസി എന്ന് പറഞ്ഞ ഫാലസി ഉണ്ട്. ടു കോക്ക് ഫാലസി എന്ന് പറഞ്ഞാൽ ഫാലസി പറയാം, ഞാൻ ഒരു ലൈഫ് ഒക്കെ എക്സാമ്പിൾസ് വെച്ചിട്ടാ ചോദിക്കും കേട്ടോ. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം ഉമ്മ ഓരോ ഷോപ്പൊക്കെ പറഞ്ഞേക്കും, ഞങ്ങളുടെ നാട്ടിലൊക്കെ റേഷൻ ഷോപ്പൊക്കെ പറഞ്ഞേക്കും. ഓക്കെ, അപ്പൊ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കേണ്ട സമയമായിരിക്കും, ഓക്കെ, ഫുട്ബോൾ കളിക്കേണ്ട സമയമായിരിക്കും. ഒരുവിധ ദിവസങ്ങളൊക്കെ ഉമ്മാനെ പഠിച്ചിട്ട് പോകും, അപൂർവം ദിവസങ്ങളിൽ ഉമ്മാനെ ബോയ്ക്കോട്ട് ചെയ്തിട്ട് പോയി കളിക്കും. തിരിച്ചു വരുമ്പോ ഉമ്മ നന്നായിട്ട് പറയും. ചില സമയങ്ങളിൽ ഉമ്മ ഭയങ്കര ഇമോഷണലോ അല്ലെ, ഉമ്മ പറയും ഇന്നെ നല്ല നോക്കിയിട്ടില്ലെങ്കിൽ എന്റെ മക്കള് അന്നി നല്ല നോക്കൂല എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ കേസിൽ കഥ തീരും. അപൂർവം കേസുകൾ ഞാൻ ഉമ്മാനോട് തിരിച്ച് ഡയലോഗ് അടിക്കും, ഉമ്മാന്റെ വാപ്പാനെ നല്ല നോക്കാനിട്ടാണ് ഞാൻ നിങ്ങളെ നല്ല നോക്കാത്തത്. ദിസ് ഈസ് ടു കോക്ക് ഫാലസി. ഇതിനാണ് വളരെ ബേസിക്കലി നമ്മൾ ടു കോക്ക് ഫാലസി എന്ന് പറയുന്നത്. അച്ഛൻ പുകവലിക്കണ്ട എന്ന് പറയുന്ന സമയത്ത് അച്ഛനും അച്ഛന്റെ കോളേജ് ഫ്രണ്ട് ജോൺ അങ്കിളിനെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അച്ഛനും
ജോണങ്ങളും കോളേജ് കാലത്ത് നടത്തിയ വീരതിഹാസങ്ങൾ ജോണങ്ങൾ എന്നോട് പറഞ്ഞു, ആ അച്ഛനോട് പറയുന്നത് പുകവലിക്കരുത് എന്നുള്ളത്. സ്റ്റിൽ പുകവലി ഇസ് എ റോങ് തിങ്, ഐ മീൻ ഹെൽത്ത് പരമായിട്ട് റോങ് ആണ്. അപ്പം മറ്റൊരാൾ ചെയ്ത റോങ് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിനാണ് ട്രൂ കോർ ഫാലസി എന്ന് പറയുന്നത്. നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഒറ്റ ഫാലസിയിൽ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. വി ഹാവ് എ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാലസി. ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളൊരു കോയിന് ടോസ് ഇട്ടാൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്ര? 50% അല്ലെങ്കിൽ 1/2 എന്ന് പറയും. അതായത് 2 തവണ കോയിന് ടോസ് ഇട്ടാൽ 1 തവണ ഹെഡ് കിട്ടണം. ഇതാണ് തിയറി. ഒരു കോയിനിട്ട് ടോസ് ഇട്ട് നോക്കിട്ടോ. ഓക്കെ, 2 തവണ ഇടുമ്പോൾ 1 തവണ ഹെഡ് കിട്ടും. കിട്ടണമെന്നല്ല, ചിലപ്പോൾ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഹെഡ് ഇട്ടാം. ചിലപ്പോൾ ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ടൈൽ ഇട്ടാം, ആദ്യം മൂന്നാമത്തെ. വിച്ച് മീൻസ് പ്രോബബിലിറ്റി തിയറി വർക്ക്സ് ഓൺലി ഇൻ തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെയല്ല. ഇത് വെച്ചിട്ടാണ് ഗാംബ്ലേഴ്സ്, ഈ ലോട്ടറി എടുക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു കോൺഫിഡൻസ്. പൈസ അതിനൊക്കെ പോയാലോ, അടുത്തതിന് കിട്ടിയാലോ, ഇതിന് പോയ അതേ സാധ്യത അടുത്തതിന് പോകാനുണ്ട് കേട്ടോ. ഓക്കെ, ചൂതാട്ടവും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്നത്. ഇത് രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇത് ചിലര് നെറ്റ് എക്സാമിലേക്ക് കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി, 3 തവണ ഞാൻ നെറ്റ് എക്സാം തോറ്റു. ഇപ്രാവശ്യം ഞാൻ എഴുതി നോക്കുക, ജയിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒരു സാധ്യതയില്ല കേട്ടോ ഇപ്രാവശ്യം. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഗാംബ്ലേഴ്സ് ഫാലസിയാണ്. ഓക്കെ, നമുക്ക് ഞാൻ കുറെ ആയല്ലോ തോറ്റു തുടങ്ങിയിട്ട്, ഇപ്രാവശ്യം ഞാൻ ജയിക്കാനൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് ചേഞ്ചിങ് യുവർ സ്ട്രാറ്റജി, പ്രിപ്പറേഷൻ ആൻഡ് അതർ തിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിയർ ഗാംബ്ലേഴ്സ് ഫാലസി. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു തവണ തോറ്റു, തോൽവിയുടെ റീസൺസ് നിങ്ങൾ പഠിച്ചു, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു, അത് നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തു, നിങ്ങൾക്ക് പഠിക്കാത്ത ടോപ്പിക്കുകൾ പഠിച്ചു, നിങ്ങൾ ജയിക്കും, ഒരു സംശയമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ തോറ്റു എന്നുള്ള കാരണം കൊണ്ട് ജയിക്കും എന്ന് മനസ്സിൽ വെറുതെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗാംബ്ലേഴ്സ് ഫാലസി. ഓക്കെ, ഇറ്റ്സ് എ അങ്ങനെ കുറെ രസകരമായിട്ടുള്ള ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ള, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാലസീസ് ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കുറച്ച് തിയററ്റിക്കൽ ഫാലസീസ് ഉണ്ട്. ഫാലസീസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, കുറെ നമുക്ക് എന്താ പറയാ, എല്ലാം ലൈഫ് സിറ്റുവേഷനുമായിട്ട്, ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫാലസീസ് ഉണ്ട്. ഓക്കെ, നോർമലി നമ്മൾ പഠിക്കുന്ന സാധനങ്ങളൊന്നും ലോജിക്കൽ ഇക്വാലൻസി ഒന്നും പ്രത്യേകിച്ച് ലൈഫായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവാറില്ല. ഓക്കെ, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഫാലസീസ്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് these 3 fallacies are these 6 now. Fallacy of illicit major, fallacy of illicit minor, fallacy of exclusive premises, fallacy of undistributed middle, fallacy of 4 terms and existential fallacy. എല്ലാം കണക്റ്റഡ് ആണ്. ഒരുപാട് ചോദിക്കുന്നതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ സെറ്റിൽ ചോദിക്കുന്ന ഫാലസീസ് അതാണ്. Fallacy of illicit major. Firstly, we have fallacy of illicit major. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മേജർ ടേം, എന്താണ് മൈനർ ടേം, എന്താണ് മീഡിയൽ ടേം. സോ ദിസ് ഈസ് എ സിലോജിസം. ഓക്കെ, ഇത് ഒരു സിലോജിസമാണ്. ഇതൊരു സിലോജിസമാണ്. ഇതില് ഈ ടേമിനെ നമ്മൾ പറയുന്നതാണ് പ്രെമിസ് 1. ഈ ടേമിനെ നമ്മൾ പ്രെമിസ് 1 എന്ന് പറയും. ഈ ടേമിനെ നമ്മൾ പ്രെമിസ് 2 എന്ന് പറയും. ഓക്കെ, ഈ ടേമിനെ നമുക്ക് പ്രെമിസ് 1 എന്നും ഈ ടേമിനെ നമുക്ക് പ്രെമിസ് 2 എന്നും പറയാം. ഓക്കെ, ഈ ടേമിനെ നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയും. കൺക്ലൂഷനെ 1, 2 എന്ന് പറയില്ല, ഒറ്റ കൺക്ലൂഷൻ ഉണ്ടാവും. മേജർ ടേം എന്ന് പറഞ്ഞാൽ, ഓക്കെ, മേജർ ടേം എന്ന് പറഞ്ഞാൽ we have കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. മേജർ ടേം ഈസ് എഴുതി വെക്കണം നിർബന്ധമല്ല, വേണമെങ്കിൽ എഴുതാം, മനസ്സിലാക്കിയാൽ മതി. എന്താ ഹലോ വേറെ ഇതുമായിട്ട് കണക്ട് ചെയ്താണല്ലേ, മുകളിലുള്ള പരിപാടി കണക്ട് ചെയ്താ തോന്നൂല്ലേ. ഹലോ
ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വി ഹാവ് മേജർ ടേം എന്ന് പറയുമ്പോൾ, ഓക്കെ, മേജർ ടേം എന്ന് പറയുമ്പോൾ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. ഇവിടെ അത് അനിമൽസ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ മേജർ ടേം. ഓക്കെ, മൈനർ ടേം എന്ന് പറയുമ്പോൾ കൺക്ലൂഷന്റെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. ഇവിടെ അത് ഓക്കെ, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. ഇവിടെ അത് അനിമൽസ് ആണ്. കൺക്ലൂഷന്റെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേംസ് എന്ന് പറയുന്നത്. ഇവിടെ അത് കാറ്റ് ആണ്. ഇനി മിഡിൽ ടേം എന്ന് പറയുന്നത് premise 1-ലും premise 2-ലും കോമൺ ആയിട്ടുള്ള ഒരു ടേം ഉണ്ടായിരിക്കും. premise 1-ലും premise 2-ലും കോമൺ ആയിട്ടുള്ള ഒരു ടേം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇവിടെ premise 1-ലും premise 2-ലും കോമൺ ആയിട്ടുള്ള ടേം ഡോഗ്സ് ആണ്. അതാണ് മിഡിൽ ടേം. ഓക്കെ, സോ വി ഹാവ് എന്താണ് മേജർ ടേം, എന്താണ് മൈനർ ടേം, എന്താണ് മിഡിൽ ടേം. ഓക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. മേജർ ടേം is a predicate of the conclusion and the minor term is the subject of the conclusion and middle term is the term that is common in both premise 1 and premise 2. Okay, premise 1 and premise 2. So ഇനി നമുക്ക് ഇതിലേക്ക് വരാം, ക്വസ്റ്റ്യനിലേക്ക് വരാം, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജറിലേക്ക്. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ അറിയോ, നിങ്ങൾ ഈ ഡോഗ്സ്, ഈ അനിമൽസ്, ഈ കാറ്റ്സ്, ഈ ഡോഗ്സ്, ഈ കാറ്റ്സ്, ഈ അനിമൽസ് 6 അല്ലേ, ഈ 6 ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്ന് എഴുതി വെക്കുക. ആലോചിച്ചിട്ട് എഴുതും. ഡിസ്ട്രിബ്യൂട്ടർ അവിടെ ചോദ്യത്തിന് വേണ്ടി പഠിച്ചല്ല കേട്ടോ. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്. എഴുതിക്കുക. ഇതിൽ മനസ്സിലാക്കുക, എല്ലായിടത്തും ഡോഗ്സ് ഒരേപോലെ ആവില്ല. ഇതിപ്പോ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഇതിലെ ഡോഗ് പോലെ ആവില്ല ഒരു പക്ഷേ നോ കാറ്റ്സിലെ ഡോഗ്സ്. സോ ഈ 6 ടേമും ഡിസ്ട്രിബ്യൂട്ടർ ആണോ അൺഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചോ. എന്നാൽ ആദ്യത്തെ ഡോഗ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെ. ആദ്യത്തെ അനിമൽ എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ്. ആദ്യത്തെ കാറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ടാമത്തെ ഡോഗ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ടാമത്തെ കാറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ടാമത്തെ അനിമൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ നെഗറ്റീവ്. യു ഹാവ് ബോത്ത് as distributed. Then fallacy of illicit major എന്ന് പറഞ്ഞാൽ, ഓക്കെ, fallacy of illicit major എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ 6 ഫാലസീസും സില്ലോജിസവുമായി, സില്ലോജിസം എന്ന് പറഞ്ഞാൽ എന്താ? സില്ലോജിസം എന്ന് പറഞ്ഞാൽ 2 premise ഉണ്ടാവും. all cats are rats, all rats are animals എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് കുറച്ച് കൺക്ലൂഷൻ ഉണ്ടാവും. some cats are rats, some animals are animals. ആ കൺക്ലൂഷൻ കണ്ടെത്തുക. ആ കോൺസെപ്റ്റ് ആണ് സില്ലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓവറോൾ ആസ്പെക്ട് ആണ് സില്ലോജിസം എന്ന് പറയുന്നത്. സില്ലോജിസത്തിൽ നോർമലി ഒരു സില്ലോജിസം ഫോളോ ചെയ്യേണ്ട 5 റൂളുകളുണ്ട്. ഓക്കെ, ആ റൂളുകൾ വയലേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക? എറർ സംഭവിക്കുക. ശരിക്കും ആ 5 റൂളുകൾ വയലേറ്റ് ചെയ്യുന്ന ഫാലസീസ് ആണ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ, എക്സ്ക്ലൂസീവ് ഫാലസി, എക്സ്റ്റൻഷൻ ഫാലസി, ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, ഫാലസി ഓഫ് ഓൾ ടേംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സില്ലോജിസത്തിന്റെ ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ഒരു സില്ലോജിസത്തിന്റെ ഒരു റൂൾ ഉണ്ട്. എന്താണ് റൂൾ എന്ന് വെച്ചാൽ, റൂൾ എഴുതണമെന്നൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. ഇഫ് എ ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കൺക്ലൂഷൻ, ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ premise 2. ഒരു ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അത് പ്രെമിസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, ഒരു ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അത് പ്രെമിസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് സില്ലോജിസത്തിന്റെ റൂള്. എന്താണ് റൂള്? ഒരു ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ
അത് premisലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഒരു ടേം animals കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ premisലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. പക്ഷെ അത് premisൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ഇവിടെ premisൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ which means there is a fallacy. ഈ animals എന്ന് പറയുന്നത് എന്താണ്? മേജർ, മൈനർ, മിഡിൽ, ഏതാണ്? മേജർ ടേം ആണ്. മേജർ ടേമിനാണ് ഈ പ്രശ്നം വരുമ്പോൾ അത് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ. മൈനർ ടേമിനാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ അത് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ. ഇത് എന്തുകൊണ്ടാണ് ഇല്ലിസിറ്റ് മൈനർ ആവാത്ത? ഇവിടെ നിങ്ങൾ മൈനർ ടേം നോക്കി, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മൈനർ ടേം നോക്കി, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ അത് ഇല്ലിസിറ്റ് മൈനർ അല്ല. ഓക്കെ, മൈനർ ടേമുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം മൈനർ ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, premisലും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ മേജർ ടേമിനെ സംബന്ധിച്ച് മേജർ ടേമിനെ സംബന്ധിച്ച് വി ഹാവ് കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷെ premisൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ഇനി ഇല്ലിസിറ്റ് മൈനർ എന്ന് വരുമ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. Okay, here we have fallacy of illicit minor. Illicit minor ൽ എന്താ സംഭവിക്കുക? The minor term here, which is animals, is distributed in the conclusion, but undistributed in the premise. Okay, major term conclusionൽ distributed ആവുകയും premisൽ undistributed ആവുകയും ചെയ്യുമ്പോൾ fallacy of illicit majorഉം, minor term conclusionൽ distributed ആവുകയും premisൽ undistributed ആവുകയും ചെയ്യുമ്പോൾ fallacy of illicit minor. ഇവിടെ നിങ്ങൾ മേജർ ടേം നോക്കുക, മാമൽസ് ആണ്. കൺക്ലൂഷൻ എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ നമുക്ക് പ്രശ്നമില്ല, മേജർ ടേമിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണെങ്കിൽ മാത്രമേ premisൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെന്ന് നിർബന്ധമുള്ളൂ. ഇതാണ് fallacy of illicit major and fallacy of illicit minor എന്ന് പറയുന്നത്. What's the answer? You have the question on the screen. Question is, no athletes are sports person, no actor is an athlete, therefore no actors are sports person. What's the answer? Fallacy of illicit process of major term, fallacy of illicit process of minor term, fallacy of exclusive. നിങ്ങൾ എക്സ്ക്ലൂസീവ് എക്സ്റ്റൻഷനിലും പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള പ്രശ്നമാക്കണ്ട. ഇത് ഇല്ലിസിറ്റ് മേജറോ മൈനറോ ആണ് കേട്ടോ. അതാണ് നമുക്കൊരു മെയിൻ പ്രശ്നം ഉണ്ടാവുക. പഠിച്ചാത്താണ് ഉത്തരം വരാൻ നമുക്കാണ് തോന്നുന്നു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എയ്തർ മേജർ ഓർ മൈനർ. മേജറോ മൈനറോ ഏതോ ഒന്നിനുള്ള എക്സാമ്പിൾ ആണ്. ഇത് ഏതാണ് ഉത്തരം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പോയിട്ട് ഓരോ ടേം എഴുതി വെക്കുക. ഇത് അങ്ങനെയൊക്കെ പിന്നുണ്ട്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇതും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ ആദ്യം കൺക്ലൂഷനിൽ പോവാ. കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആകാൻ നോക്കാം. മേജറും മൈനറും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. premisൽ പോവാ. premisൽ മൈനർ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അപ്പൊ ഇല്ലിസിറ്റ് മൈനർ അല്ല. premisൽ മേജർ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇറ്റ് ഈസ് fallacy of illicit process of major. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ വി ഹാവ് fallacy of illicit process of major term. Then moving to the next question. നോക്കാം. All snakes are reptiles. Some snakes are poisonous creatures. Therefore, all poisonous creatures are reptiles. Yeah, what is answer?
കൺക്ലൂഷനിലേക്ക് പോവാ, ഡിസ്ട്രിബ്യൂട്ടഡ് ഏതൊക്കെ നോക്കുക, പ്രമിസിലേക്ക് പോവാ, ഡിസ്ട്രിബ്യൂട്ടഡ് ഏതൊക്കെ നോക്കുക, അൺഡിസ്ട്രിബ്യൂട്ടഡ് ഏതൊക്കെ നോക്കുക. എന്താണ്? Which is answer? എന്താ ചെയ്യണ്ടേ? ഓക്കെ, കൺക്ലൂഷനില് എഴുതി വെക്കുക. ഡിസ്ട്രിബ്യൂട്ടഡ്, ക്രിയേച്ചേഴ്സ് ആർ റെപ്റ്റൈൽസ്. പോർഷൻസ് റെപ്റ്റൈൽസ് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ്. അൺഡിസ്ട്രിബ്യൂട്ടഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ്. Okay, so you നോക്കേണ്ട ആവശ്യമില്ല. We have the minor term distributed here but undistributed here. Okay, we have the minor term distributed here but undistributed here. Okay, undistributed here. So we'll be having the answer as illicit process of minor term. Okay, illicit process of minor term എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫുഡ് കഴിക്കാത്ത ക്ഷീണം കാരണം കത്തുന്നില്ല. അടുത്തൊരു ഗോൾഡൻ റൂൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ നിർത്താൻ തോന്നുമല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത് അറിയോ? ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തോൽപ്പിക്കേണ്ട കുറെ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ പറയുന്നത് നമുക്ക് കുറെ പഠിക്കുമ്പോൾ നമുക്കൊരു ബോർ വരും. ഓക്കെ, ബോറടിക്കാൻ തുടങ്ങും, നമുക്ക് പഠിപ്പ് നിർത്താൻ തോന്നും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തോൽപ്പിക്കേണ്ട വേറെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഓലും അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓല് പഠിപ്പ് നിർത്തിയിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക. ഓല് പഠിപ്പ് നിർത്തിയിട്ടുണ്ട് എന്ന് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൂടിയും പഠിച്ചിട്ട് നിർത്തുക. അതായത് നിങ്ങൾ തോൽപ്പിക്കേണ്ട പൂനെയിലുള്ളൊരു കുട്ടിയുണ്ട്, അല്ലെ, ഗുവാഹത്തിയിലുള്ള നിങ്ങളെ സബ്ജക്റ്റുള്ള കുട്ടിയുണ്ട്, ബാംഗ്ലൂരിലുള്ള കുട്ടിയുണ്ട്. ഓലൊക്കെ പഠിപ്പ് നിർത്തിയിട്ട് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആലോചിച്ചാൽ മതി. വിളിച്ച് ചോദിക്കൊന്നും വേണ്ട. ഓക്കെ, ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിർത്തുക. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഒരു വിഷമൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ തോൽപ്പിക്കേണ്ട കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമോ? ഓലൊക്കെ ചിലപ്പോൾ എപ്പോഴും പഠിക്കായിരിക്കും. അപ്പൊ ഓലിപ്പോഴും പഠിക്കാനാണ് സാധ്യമെങ്കിൽ ഓല് പഠിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ബാക്കിയുള്ളവർ പഠിക്കുന്നതിനേക്കാളേറെ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ജയിക്കുക. ഓക്കെ, ആശയപരമായിട്ട് ആ ഫിലോസഫി ശരിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷെ ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ ഗുവാഹത്തിയിലും ആസാമിലും ഒക്കെ ചെന്നൈയിലും ഒക്കെ അല്ലേ നമ്മളെ കുട്ടികൾ എന്താണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം കൂടിയും പഠിച്ചുകൊണ്ടിരിക്കാം. അല്ലാതെ ഫുഡ് എത്താത്തോണ്ടൊന്നുമല്ല കേട്ടോ. ഓക്കെ, ഫുഡ് എത്താത്തോണ്ടൊന്നുമല്ല. ഓക്കെ, ആ ഒരു ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ഓക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. യു ഹാവ് ടു സ്റ്റഡി വെൽ. ഇത് 2-3 മിനിറ്റ് പറഞ്ഞാൽ വിൽ ബി വൈൻഡിങ് അപ്പ്. ഓക്കെ, കൂടുതലൊന്നുമില്ല ആ ഒരു ഫ്ലോ. കാരണം ആഫ്റ്റർനൂൺ നമുക്ക് ലോജിക്കൽ റീസണിങ് അല്ലാത്ത ഒരു ടോപ്പിക് വെച്ചിട്ട് നമുക്ക് തുടങ്ങാന്ന് കരുതിയിട്ടാണ്. അടുത്ത 3 വളരെ ഈസിയാണ്. വി ഹാവ് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രെമിസസ്. ഓക്കെ, ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രെമിസസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൂൾ ഉണ്ട്. റൂൾ എന്താ അറിയാം? ശരിക്ക് ആദ്യത്തെ 2 ഫാലസിയും ഒറ്റ റൂളാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? ഇഫ് എ ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ premise conclusion, it should be distributed in the premise also. ഇതാണ് വയലേറ്റ് ചെയ്യുന്നത്. അത് മേജർ ടേം വെച്ചിട്ട് വയലേറ്റ് ചെയ്യുമ്പോൾ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജറും മൈനർ ടേം വെച്ച് വയലേറ്റ് ചെയ്യുമ്പോൾ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനറും ആയിരിക്കും. ഓക്കെ, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനറും ആയിരിക്കും. എക്സ്ക്ലൂസീവ് പ്രമിസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൂൾ ഉണ്ട്. എന്താ റൂൾ എന്ന് ചോദിച്ചാൽ, നോ 2 premises can be negative. ഒരിക്കലും ഒരു സിലോജിസത്തിലും 2 പ്രമിസും നെഗറ്റീവ് ആവാൻ പാടില്ല. നെഗറ്റീവ് ആവാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ സം നോട്ട്. ചിലപ്പോൾ 2 നോ ആവാം, 2 സം നോട്ട് ആവാം, 1 നോ ആവാം, 1 സം നോട്ട് ആവാം. ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമിസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമിസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കാം. നോ കങ്കാരൂസ് ആർ മാമൽസ് ഒരു നെഗറ്റീവ് ആണ്. സം മാമൽസ് ആർ നോട്ട് അനിമൽസ്, അത് നെഗറ്റീവ് ആണ്. 2 നെഗറ്റീവ് എന്ന ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമിസ്. അത്രേ ഉള്ളൂ. ഇല്ലിസിറ്റ് മേജറിന്റെയും ഇല്ലിസിറ്റ് മൈനറിന്റെയും അത്ര പോകാനില്ല. നേരത്തെ ഇല്ലിസിറ്റ് മേജറും ഇല്ലിസിറ്റ് മൈനറും കുറച്ച് സമയം എടുക്കാനുള്ള കാരണം എന്താ?
എന്താ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അല്ലെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡും അൺഡിസ്ട്രിബ്യൂട്ടഡും ഓക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ, അറിയാത്തത് കൊണ്ടാണ് സമയം എടുക്കുന്നത്, സമയമില്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, സമയമില്ലാത്തത് കൊണ്ടല്ല. ഇത് പെട്ടെന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് പ്രമിസസ് ആണ്. ക്വസ്റ്റ്യൻ കാണിച്ചു തന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം എന്ന് പറയുന്നത്. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഓക്കെ, മൂന്നാമത്തെ ഒരു നിയമമുണ്ട്, മൂന്നാമത്തെ ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഈ മിഡിൽ ടേം എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് premise 1 premise 2 ഉള്ള ടേം, ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എയ്തർ ഓഫ് ദ premises. കാരണം ഈ മിഡിൽ ടേം ആണ് സത്യം പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കണക്ട് ചെയ്യുന്നത്. ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ അനിമൽസ്. സ്റ്റേറ്റ്മെന്റ് നോക്കുക. അപ്പൊ ഈ മൊത്തം ഈ കാറ്റ്സിനെയും അനിമൽസിനെയും ഒക്കെ കണക്ട് ചെയ്യുന്നത് ആ മാമൽസ് എന്ന് പറയുന്ന ആ മിഡിൽ ടേം ആണ്. അപ്പൊ ഈ മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുമ്പോൾ രണ്ട് പ്രമിസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പ്രമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ മതി. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുമ്പോൾ മിഡിൽ ടേം രണ്ട് പ്രമിസിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഇവിടെ നിങ്ങൾ നോക്കുക, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ ആണ്, സെയിം ആണ് പേഴ്സൺ വിത്ത് ലോങ് ഹെയർ. ഇതും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇതും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇത് ഈസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് യൂണിവേഴ്സൽ ആണോ എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. ഇൻഡിവിജ്വൽ ഒരാളെ പേര് പറയുമ്പം അത് യൂണിവേഴ്സൽ ആണ്. ഇപ്പൊ എന്റെ പേര് അനീസ് പൂവത്തി. ഓക്കെ, അനീസ് പൂവത്തി ഈസ് എ ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ 100% അനീസ് പൂവത്തിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 100% ഗാന്ധിയാണ് നമ്മൾ പറയുന്നത്, 100% ഇതിനെയാണ് നമ്മൾ പറയുന്നത്, പാർട്ട് ഓഫ് ഇതിനല്ല പറയുന്നത്. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ പേര് വരുമ്പോൾ ഇവിടെ ആളില്ലല്ലോ എന്ന് വെച്ചിട്ട് പ്രശ്നമാക്കണ്ട. ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ആസ്പെക്ട്. അപ്പൊ ഇവിടെ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ വി ഹാവ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, കാറ്റഗറിക്കൽ പറയാൻ മറന്നുപോയി, എവ്രി എന്ന് വന്നാലും അത് ഓൾ ആണ്. പക്ഷെ അതിൽ ഏറ്റവും വിശാലമായിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ആസ്പെക്ട് ഉള്ളത് എന്ന് പറഞ്ഞാൽ വി ഹാവ് സം ആണ്. ഫ്യൂ, ലിറ്റിൽ, മെനി, മോർ, മോസ്റ്റ്, മെജോറിറ്റി ഒക്കെ സമ്മാണ്. 0.1% മുതൽ 99.9 വരെ സമ്മാണ്. അല്ലാതെ 99% അല്ലേ അതിന് ഓൾക്ക് കൂട്ടാൻ പറ്റൂല. 0.1% അല്ല അതിന് നോക്കും കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ആ 0.1 തൊട്ട് 99.9 വരെ സമ്മാണ് കൺസിഡർ ചെയ്യുക. 0 നിൽ ആണെങ്കിൽ മാത്രമാണ് നോ കൺസിഡർ ചെയ്യുക. 100% ആണെങ്കിൽ മാത്രമാണ് ഓൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. വി ഹാവ് ദ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ അവസാനം നോക്കാം. Then we have fallacy of four terms. നമ്മൾ കുറെ കാര്യങ്ങൾ സില്ലോജിസത്തിന്റെ റൂൾസ് ആണ് പഠിക്കുന്നത്. ആദ്യം പഠിച്ച റൂൾ എന്തായിരുന്നു? If a term is distributed in conclusion, it should be distributed in premise also. ഒരിക്കൽ റൂൾസ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. It should be distributed in premise also. രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു? In a syllogism, both the premises can never be negative. Okay. മൂന്നാമത്തെ റൂള്, in a syllogism, either of the middle term should be distributed. ഏതെങ്കിലും ഒരു മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ടു റൂൾ നമ്പർ 4, in a syllogism there will be 3 different terms. ഒരു സില്ലോജിസത്തിൽ 4 ഡിഫറെന്റ് ടേംസ് ആണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കണ്ടൊരു സില്ലോജിസം. നോക്കാം, സില്ലോജിസത്തിൽ 3 ഡിഫറെന്റ് ടേംസ് ആണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇൻ എ സില്ലോജിസം there should be 3 different terms. ഇവിടെ നിങ്ങൾ നോക്കുക, ദ ഹോൾ സില്ലോജിസം നോക്കുക, ഡോഗ്, കാറ്റ്, അനിമൽ, അതേ ഉള്ളൂ. ഈ ഓരോന്നും 2 തവണ ഉണ്ടാവും. 2 ഡോഗ്, 2 അനിമൽ, 2 കാറ്റ്. ഓക്കെ, അപ്പം ഇൻ എ സില്ലോജിസം there should be 3 different terms. ഒരു സില്ലോജിസത്തിൽ 3 ഡിഫറെന്റ് ടേംസ് ആണ് ഉണ്ടാവേണ്ടത്. ആ റൂളിനെ വയലേറ്റ് ചെയ്യുന്ന ഫാലസിയാണ് വി ഹാവ് ഫാലസി ഓഫ് 4 terms. ഫാലസി ഓഫ് 4 terms പറഞ്ഞാൽ എന്താണ്? ഇൻ എ സില്ലോജിസം ഇൻസ്റ്റെഡ് ഓഫ് 3 terms you have 4 terms. നോക്കുക, കാറ്റ്, മാമൽ, ഡോഗ്, അനിമൽ. ഇത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് premise 1 ഉം premise 2 ഉം തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മിഡിൽ ടേം ആണ്.
ആ മിഡിൽ ടേം ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ നമുക്ക് റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ വി ഹാവ് കാറ്റ്സ് ആർ മാമൽ, ഡോഗ്സ് ആർ ആനിമൽ. വി ഹാവ് 4 ഡിഫറെന്റ് ടേംസ്. 4 ഡിഫറെന്റ് ടേംസ് ആണ് നമുക്കുള്ളത്. 4 ഡിഫറെന്റ് ടേംസ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് we can never find the conclusion. It's a fallacy. That fallacy is known as fallacy of 4 terms. Okay, moving to the last fallacy. Last fallacy, existential fallacy. Okay, we have the last fallacy, that is existential fallacy. Existential fallacy എന്ന് പറഞ്ഞാൽ സിലോജിസത്തിലെ മറ്റൊരു റൂളാണ്. ഓക്കെ, സിലോജിസത്തിലെ മറ്റൊരു റൂളാണ്. എന്താ റൂൾ എന്ന് പറഞ്ഞാൽ, if both the premises are universal, if both the premises are universal, conclusion also should be universal. രണ്ട് പ്രമിസുകളും യൂണിവേഴ്സൽ ആണെങ്കിൽ, ഓക്കെ, രണ്ട് പ്രമിസുകളും യൂണിവേഴ്സൽ ആണെങ്കിൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആയിരിക്കണം എന്നുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ എന്നുള്ളതാണ് 5ാമത്തെ റൂൾ പറയുന്നത്. പ്രമിസ് രണ്ടും യൂണിവേഴ്സൽ ആണെങ്കിൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് പ്രമിസ് രണ്ടും യൂണിവേഴ്സൽ ആണ്, പക്ഷെ കൺക്ലൂഷൻ യൂണിവേഴ്സൽ അല്ല, കൺക്ലൂഷൻ പെർട്ടിക്കുലർ ആണ്, അല്ലെ? ഓൾ ടൈഗേഴ്സ് ലിവ് ഇൻ വുഡ്സ്, ഓൾ മാമൽസ് ലിവ് ഇൻ വുഡ്സ്, രണ്ടും യൂണിവേഴ്സൽ ആണ്. ഓക്കെ, ദെൻ ഓൾ മാമൽസ് ലിവ് ഇൻ വുഡ്സ് പെർട്ടിക്കുലർ ആണ്. മനസ്സിലാക്കുക, യൂണിവേഴ്സലും ഡിസ്ട്രിബ്യൂട്ടഡും കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, യൂണിവേഴ്സലും ഡിസ്ട്രിബ്യൂട്ടഡും കൺഫ്യൂസ്ഡ് ആവരുത്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹോൾ സെന്റൻസിനെയാണ് പറയാം. ഫസ്റ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓൾ ആണെങ്കിൽ ഇത് യൂണിവേഴ്സൽ ആണ്, ഫസ്റ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നോ ആണെങ്കിൽ ഇത് ഓക്കെ യൂണിവേഴ്സൽ തന്നെയാണ്. ഓക്കെ, യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും. ഇതാണ് അപ്പൊ യൂണിവേഴ്സലും ഡിസ്ട്രിബ്യൂട്ടഡും കൺഫ്യൂസ്. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഈ ഓരോ ടേമും അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഓക്കെ, ഇത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെ ഒരു പ്രപ്പോസിഷനെ ജനറലി പറയുന്നതാണ് യൂണിവേഴ്സൽ, നെഗറ്റീവ്, ഓക്കെ, പെർട്ടിക്കുലർ, അഫർമേറ്റീവ്. അതിന്റെ ഇൻഡിവിജ്വൽ ടേംസിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയാം. ഓക്കെ, അത് പറയാൻ കാരണം മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പോലെ തന്നിരിക്കുന്ന ടേമിൽ ടൈഗേഴ്സ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ് എന്നായിരിക്കും ഉണ്ടാവുക. ടൈഗേഴ്സ് എന്താണെന്ന് ചോദിക്കും, എന്നിട്ട് ഓപ്ഷനിൽ യൂണിവേഴ്സൽ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. യൂണിവേഴ്സൽ എന്നുള്ളത് ഓവറോൾ ഒരു സെന്റൻസിനെ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക, ഇൻഡിവിജ്വൽ സെന്റൻസിനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറഞ്ഞാൽ പ്രമിസ് രണ്ടും യൂണിവേഴ്സൽ ആയിട്ട് കൺക്ലൂഷൻ പെർട്ടിക്കുലർ ആവുന്ന കേസിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയുന്നത്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നല്ല കാണുന്നില്ല അല്ലെ? ഞാൻ വായിച്ചു തരാം, നിങ്ങൾ വായിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓൾ ടെക്സ്റ്റ് ബുക്സ് ആർ ബുക്സ് ഇന്റൻഡഡ് ഫോർ നിഷോ. ഇത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും, അവിടുന്ന് എടുത്തിടും കേട്ടോ, ഗ്രൂപ്പിൽ പെടാം. വർക്ക്ഷോപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ സ്ലൈഡ് വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ടിടാം. ഓക്കെ, സോ വി ഹാവ്, ഞാൻ ഒന്ന് വായിച്ചു തരാം. ഓൾ ടെക്സ്റ്റ് ബുക്സ് ആർ ബുക്സ് ഇന്റൻഡഡ് ഫോർ കെയർഫുൾ സ്റ്റഡി. സം റെഫറൻസ് ബുക്സ് ആർ ബുക്സ് ഇന്റൻഡഡ് ഫോർ കെയർഫുൾ സ്റ്റഡി. Therefore, some reference books are textbooks. Okay, some reference books are textbooks. All textbooks are books intended for careful study. Some reference books are books intended for careful study. Therefore, some reference books are textbooks എന്നുള്ളതാണ്. ഇത് ഏതാണ്? Affirmative conclusion from negative premise, exclusive premises, existential fallacy, and undistributed middle. Okay, which is this one? What is answer? Textbooks are books intended for study. Books intended for study distributed അല്ല, undistributed ആണ്. Reference books are books intended for, അവിടെ undistributed ആണ്. So we have both the middle terms undistributed. Okay, രണ്ട് middle terms undistributed ആണ്. So we have fallacy of undistributed middle. Okay. Then next question. Last 2 questions we will be winding up. ഇത് ഒരുമിച്ച ലൈനായിട്ട് വന്നല്ലോ, സോറി. ഫസ്റ്റ് premise ഇതാണ്, സിൻസ് നോട്ട് ട്രാജിക് ആക്ടേഴ്സ് ആർ ഇഡിയറ്റ്സ്. സെക്കൻഡ് premise, സം കൊമേഡിയൻസ് ആർ നോട്ട് ഇഡിയറ്റ്സ്. കൺക്ലൂഷൻ, സം കൊമേഡിയൻസ് ആർ നോട്ട് ട്രാജിക് ആക്ടേഴ്സ്. സോ വി ഹാവ് ദ ഫസ്റ്റ് premises, not tragic actors are idiots. Second premises, some comedians are not idiots. Third premises, some comedians are not
ട്രാജിക് എന്താ സംഭവിച്ചത്? ഓക്കെ, ഏതാണ്? fallacy of, yeah, we have fallacy of exclusive premises. രണ്ട് ഫാലസീസും ഓക്കെ നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ വി ഹാവ് ഫാലസീസ് ഓഫ് എക്സ്ക്ലൂസീവ് പ്രമിസസ് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ലോജിക്കൽ റീസണിങ്ങിലെ ആസ്പെക്റ്റിൽ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളായിട്ട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്ക്വയർ ഓഫ് എ പോസിഷനിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫാലസീസിലെ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫാലസീസിലെ അടുത്ത കാറ്റഗറിയിലുള്ള 5 റൂളുകൾ വയലേറ്റ് ചെയ്യുന്ന ഫാലസീസ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വിൽ ബി വൈൻഡിങ് അപ്പ്. 5 റൂളാണ് സിലോജിസത്തിലുള്ളത്. ഫസ്റ്റ് റൂൾ ഓഫ് സിലോജിസം, if a term is distributed in conclusion it should be distributed in premise also. അത് വയലേറ്റ് ചെയ്യുന്ന 2 ഫാലസീസ് ഏതൊക്കെയാണ്? ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ ആൻഡ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ. ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ if a term is distributed in conclusion or if major term is distributed in conclusion, okay, it should be distributed in premise ആണ്. പക്ഷെ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജറിൽ മേജർ ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും പ്രമിസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്യുന്നത് അതാണുള്ളത്. രണ്ടാമത്തെ ആസ്പെക്ട് ആണ് ബേസിക്കലി ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ. ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ എന്ന് പറയുമ്പോൾ കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും പ്രമിസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് വി ഹാവ്, രണ്ടാമത്തെ ലോ വാസ് ടു പ്രമിസസ് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. അത് വയലേറ്റ് ചെയ്യുന്ന ഫാലസി എക്സ്ക്ലൂസീവ് പ്രമിസസ്. രണ്ടും നെഗറ്റീവ് ആവുന്നു, എയ്തർ നോ ഓർ സം നോട്ട്, അല്ലെ, മിക്സ് ആയിട്ടും ആവാം. മൂന്നാമത്തെ റൂൾ എന്തായിരുന്നു? മിഡിൽ ടേം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എനി ഓഫ് ദ പ്രമിസസ്. രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുമ്പോൾ അതിനെ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയും. നാലാമത്തത് അതായത് ബേസിക്കലി എന്താന്ന് വെച്ചാല് 3 ടേംസ് ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിന് പകരം 4 ടേംസ് ഉണ്ടാകുമ്പോൾ ഫാലസി ഓഫ് 4 ടേംസ്. അടുത്തത് പ്രമിസ് രണ്ടും യൂണിവേഴ്സൽ ആണെങ്കിൽ കൺക്ലൂഷൻ ആൾസോ ഷുഡ് ബി യൂണിവേഴ്സൽ. അത് പെർട്ടിക്കുലർ ആവുമ്പോൾ എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഇത്രയാണുള്ളത്. ഇനി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്, PYQs ചെയ്യുക എന്നുള്ളതാണ്. ഓരോ തവണയും പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പേപ്പർ 1-ന്. ഓക്കെ, ഏറ്റവും ഈ ഒരു സമയത്ത് എല്ലാ സമയത്തും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതാണ്. ഇതിലെ ക്വസ്റ്റ്യൻസും കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs നിങ്ങൾക്ക് അറിയാം. ജനറലി UGC റിലീസ് ചെയ്യാറില്ല, NTA റിലീസ് ചെയ്യാറില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് PYQs എയ്ഫർ റിലീസ് ചെയ്യാറുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ 16 ഷിഫ്റ്റിലും പരീക്ഷ ചെയ്യുന്ന എയ്ഫറേറ്റ്സ് ഉണ്ടാവും. അവർ 3 ദിവസം എക്സാം വെരിഫിക്കേഷൻ ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യും, അത് വേർഡ് ഫോർമാറ്റിലേക്ക് ആക്കും. എന്നിട്ട് നമ്മൾ PYQ എല്ലാ വർഷവും റിലീസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വീക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ഡിസംബറിന്റെ PYQ ക്വസ്റ്റ്യൻസും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിസിക്കൽ പുസ്തകങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ബ്രേക്കിന് പോവാണ്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ വേണമെങ്കിൽ ഇൻ ദ ബ്രേക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കാം. അത് വാങ്ങാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിനുള്ള പേയ്മെന്റിൽ കേട്ടോ, നോട്ട് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, ഒരു പേയ്മെന്റിൽ ഇഫ് നീഡഡ് യു ക്യാൻ യൂസ് ദാറ്റ് എന്നുള്ളതാണ്. 1:20 ഓക്കെ, വിൽ ബി ഹാവിംഗ് ദ ഫുഡ് ബ്രേക്ക് ആൻഡ് അതർ ബ്രേക്ക്. ആഫ്റ്റർ ദാറ്റ് വിൽ ബി റീസ്റ്റാർട്ടിംഗ് ജസ്റ്റ് ആഫ്റ്റർ 1 hour. 2:40 നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. Okay, we have to discuss data interpretation, mathematical reasoning, and depending upon the type, some other topics, and also some more important secrets for qualification. So qualifying this exam. So that's it. Okay.